സാധാരണക്കാർക്ക് ഇരുട്ടടി നൽകിക്കൊണ്ട് ഡൽഹിയിൽ CNG വില വീണ്ടും കൂടി. കിലോയ്ക്ക് 1 രൂപയാണ് കൂട്ടിയത്. 2 ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് CNG വില കൂട്ടുന്നത്. ഇറാൻ സംഘർഷത്തെ തുടർന്ന് ആഗോള ഊർജ്ജ വിതരണത്തിൽ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. എന്നാൽ രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇന്ധന നിയന്ത്രണം ഏർപ്പെടുത്താൻ പദ്ധതിയില്ലെന്നും ഓയിൽ സെക്രട്ടറി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിലവിൽ 60 ദിവസത്തേക്കുള്ള ഇന്ധന ശേഖരവും 45 ദിവസത്തേക്കുള്ള LPG ശേഖരവും ഉണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. CNG വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കിലോയ്ക്ക് 1 രൂപയാണ് ഇത്തവണ കൂടിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ നിലവിലെ സാഹചര്യങ്ങൾ ഊർജ്ജ വിപണിയെ പ്രതികൂലമായി ബാധിച്ച പശ്ചാത്തലത്തിലാണ് CNG വില വർദ്ധിപ്പിക്കാൻ കാരണമായിരിക്കുന്നത്. 2 ദിവസത്തിനിടെ ഡൽഹിയിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ വിലക്കയറ്റം കൂടിയാണിത്. പുതിയ വർധനവോടെ ഡൽഹിയിൽ 1 കിലോ CNGയുടെ വില 80 രൂപ 9 പൈസയായി ഉയർന്നു. ഡൽഹി NCR മേഖലയെ ആശ്രയിച്ച് സർവീസ് നടത്തുന്ന ആയിരക്കണക്കിന് ഓട്ടോറിക്ഷ, ടാക്സി തൊഴിലാളികളെയും സാധാരണക്കാരായ യാത്രാവാഹന ഉടമകളെയും ഈ വിലക്കയറ്റം നേരിട്ട് ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഇതോടൊപ്പം നോയിഡ, ഗാസിയാബാദ് എന്നീ പരിസര പ്രദേശങ്ങളിലും CNG വില കിലോയ്ക്ക് 88 രൂപയ്ക്ക് മുകളിലായി വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മെയ് 15-നായിരുന്നു ഇതിന് തൊട്ടുമുമ്പ് ഇന്ധന കമ്പനികൾ CNG വില കിലോയ്ക്ക് 2 രൂപ കൂട്ടിയത്. അന്ന് ഡൽഹിയിലെ നിരക്ക് 77 രൂപയ്ക്ക് മുകളിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വില കൂട്ടിയിരിക്കുന്നത്. മെയ് 15-ാം തീയതി രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലയും ലിറ്ററിന് 3 രൂപ വീതം കേന്ദ്ര സർക്കാർ കൂട്ടിയിരുന്നു. പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തതിനു പിന്നാലെയാണ് വിലക്കയറ്റം ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.